റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വടക്കൻ റഷ്യയിലെ അതീവ രഹസ്യ സ്വഭാവമുള്ള വൽദായ് കൊട്ടാരത്തിന് ചുറ്റും സുരക്ഷാ ക്രമീകരണങ്ങൾ അഭൂതപൂർവമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. യുക്രൈന്റെ ദീർഘദൂര ഡ്രോൺ ആക്രമണങ്ങൾ മോസ്കോയ്ക്ക് വലിയ വെല്ലുവിളിയാകുന്ന പശ്ചാത്തലത്തിൽ തന്റെ ഔദ്യോഗിക വസതികൾക്ക് ചുറ്റും ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനികമായ പ്രതിരോധ കവചം തീർക്കുകയാണ് പുടിൻ. റേഡിയോ സ്വഭാവത പുറത്തുവിട്ട പുതിയ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പ്രകാരം വൽദായിലെ കൊട്ടാരത്തിനു ചുറ്റും ഇപ്പോൾ 27 വ്യോമ പ്രതിരോധ ഗോപുരങ്ങളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ റഷ്യൻ ഭരണകൂടം നേരിടുന്ന സുരക്ഷാ ഭീഷണിയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. മോസ്കോയിൽ നിന്ന് ഏകദേശം 185 മൈൽ ദൂരെയുള്ള ലേക്ക് വൽദായിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരം പുടിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വിശ്രമ കേന്ദ്രമായാണ് അറിയപ്പെടുന്നത്. 2024 തുടക്കത്തിൽ ഇവിടെ വെറും 7 പ്രതിരോധ ഗോപുരങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മാർച്ചിൽ ആരംഭിച്ച ദ്രുതഗതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ പുതിയ ഗോപുരങ്ങൾ കൂടി സ്ഥാപിക്കുകയായിരുന്നു. നിലവിൽ 27 കേന്ദ്രങ്ങളിൽ നിന്നായി ഈ പ്രദേശം സംരക്ഷിക്കപ്പെടുന്നു. ലോകത്തിലെ തന്നെ മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നായി കരുതപ്പെടുന്ന പാൻസിൽ ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകളാണ് ഈ ഗോപുരങ്ങളിൽ സജ്ജമാക്കിയിരിക്കുന്നത്. ശത്രുക്കളുടെ കണ്ണിൽപ്പെടാത്ത വിധം വനമേഖലയോട് ചേർന്നാണ് ഇവയിൽ പലതും വിന്യസിച്ചിരിക്കുന്നത്. ഓരോ പാൻസർ യൂണിറ്റിനും ഏകദേശം 16 മില്യൺ പൗണ്ട് അഥവാ 170 കോടിയിലധികം ഇന്ത്യൻ രൂപ വില വരും. താഴ്ന്നു പറക്കുന്നതും വേഗതയേറിയതുമായ ചെറിയ ഡ്രോണുകളെയും മിസൈലുകളെയും കൃത്യതയോടെ തകർക്കാൻ ശേഷിയുള്ളതിനാലാണ് ഇതിനെ ഡ്രോൺ കില്ലർ എന്ന് വിശേഷിപ്പിക്കുന്നത്. വൽദായിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ മോസ്കോ നഗരത്തിന്റെ പ്രതിരോധ മാതൃകയെ ഓർമ്മിപ്പിക്കുന്നതാണ്. 2 വലയങ്ങളിലായാണ് ഈ മിസൈൽ സംവിധാനങ്ങൾ കൊട്ടാരത്തിന് ചുറ്റും ക്രമീകരിച്ചിരിക്കുന്നത്. കൗതുകകരമായ വസ്തുത, ഏകദേശം 2 കോടി ജനങ്ങൾ താമസിക്കുന്ന മോസ്കോ മെട്രോപൊളിറ്റൻ മേഖലയിൽ കഴിഞ്ഞ വർഷം ആകെ 60 പാൻസർ സംവിധാനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിന്റെ പകുതിയോളമാണ് പുടിന്റെ ഈ ഒറ്റ വസതിക്ക് ചുറ്റും വിന്യസിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. സുരക്ഷാ കാരണങ്ങളാൽ പുടിൻ അടുത്ത കാലത്തായി വൽദായിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. പുടിന്റെ രഹസ്യ പങ്കാളി എന്ന് പറയപ്പെടുന്ന മുൻ ഒളിമ്പിക് താരം അലീന കബേവയും അവരുടെ 2 പുത്രന്മാരും ഇവിടെയാണ് താമസിക്കുന്നതെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെയും അന്വേഷണ ഏജൻസികളുടെയും കണ്ടെത്തൽ. 2 തടാകങ്ങൾക്കുമിടയിലുള്ള ഒരു പെനിൻസുലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ലക്ഷറി വസതി നിബിഡ വനങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. ഇത് ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ പ്രകൃതിദത്തമായ മറ നൽകുന്നുണ്ടെങ്കിലും ഉക്രൈന്റെ ആധുനിക യുദ്ധതന്ത്രങ്ങൾ കണക്കിലെടുത്ത് സാങ്കേതിക സുരക്ഷയും പരമാവധി ശക്തമാക്കിയിരിക്കുകയാണ്. കൊട്ടാരത്തിനുള്ളിൽ ഒരു ബങ്കറും ക്രെംലിനിലെ പുടിന്റെ ഓഫീസിന്റെ അതേ രൂപത്തിലുള്ള മറ്റൊരു ഓഫീസും ഒരുക്കിയിട്ടുണ്ടെന്നത് ഈ വസതിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതുമൂലം വീഡിയോ കോളുകളിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം മോസ്കോയിലാണോ അതോ വൽദായിലാണോ എന്ന് പുറം ലോകത്തിന് തിരിച്ചറിയാൻ കഴിയില്ല. ഇതിനു പുറമെ ആധുനിക ജീവിത സൗകര്യങ്ങളായ ക്രയോ ചേംബർ, സോളാരിയം, ഹമാം, മഡ്റൂം എന്നിവയും അത്യാധുനിക മെഡിക്കൽ സംവിധാനങ്ങളും ഈ സമുച്ചയത്തിനുണ്ട്. പുറം ലോകവുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചുകൊണ്ട് മാസങ്ങളോളം ഇവിടെ കഴിയാൻ പ്രസിഡന്റിന് സാധിക്കും. ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ആധുനിക ആശയവിനിമയ സംവിധാനങ്ങളുള്ള സായുധ ട്രെയിനുകളിലാണ് പുടിൻ ഈ വസതിയിലേക്ക് യാത്ര ചെയ്യുന്നത്. വൽദായ് മാത്രമല്ല, സോച്ചിയിലുള്ള ബോച്ചറോവ് റുച്ചി വസതിക്ക് ചുറ്റുമുള്ള സുരക്ഷയും ഈ മാസം റഷ്യൻ സുരക്ഷാ സേന വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കരയിലും കടലിലുമായി ഏകദേശം 1.2 ചതുരശ്ര മൈൽ പ്രദേശം പുതിയ സുരക്ഷാ വലയത്തിലാക്കി മാറ്റി. ഈ മേഖലയിൽ ഡ്രോൺ പറത്തുന്നതിനും കപ്പലുകൾ അടുപ്പിക്കുന്നതിനും വാഹനങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിനും കർശനമായ വിലക്കുണ്ട്. മാലിന്യങ്ങൾ തള്ളുന്നതും ബാനറുകൾ സ്ഥാപിക്കുന്നതും പോലും ഈ സുരക്ഷാ പരിധിയിൽ നിരോധിച്ചിരിക്കുകയാണ്. 2025 അവസാനത്തിനു ശേഷം പുടിൻ ഈ വസതി സന്ദർശിച്ചിട്ടില്ലെങ്കിലും സുരക്ഷാ മുൻകരുതലുകൾ വർദ്ധിപ്പിക്കാനാണ് ഫെഡറൽ പ്രൊട്ടക്റ്റീവ് സർവീസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മറ്റൊരു പ്രധാന നീക്കം ടാറ്റർസ്ഥാനിലെ അലാബുഗ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ നടന്നതാണ്. ഇറാനിയൻ രൂപകൽപ്പനയിലുള്ള ഷാഹിദ് 136 കാമിക്കേസ് ഡ്രോണുകൾ വൻതോതിൽ നിർമ്മിക്കുന്ന ഈ കേന്ദ്രത്തിനു ചുറ്റും 20 വ്യോമ പ്രതിരോധ ഗോപുരങ്ങളാണ് പുതുതായി നിർമ്മിച്ചിരിക്കുന്നത്. യുക്രൈൻ സേനയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായി ഈ പ്രദേശം സംരക്ഷിക്കാൻ വലിയ കാലിബർ മെഷീൻ ഗണ്ണുകളും പാൻസർ സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. റഷ്യയുടെ സൈനിക ശേഷിക്ക് കരുത്ത് പകരുന്ന ഈ ഫാക്ടറിക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തടയുക എന്നത് പുടിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്.
എങ്കിലും പാൻസർ പോലുള്ള അത്യാധുനിക സംവിധാനങ്ങളും തകർക്കാനാവാത്തതല്ലെന്ന് യുക്രൈൻ തെളിയിച്ചിട്ടുണ്ട്. റഷ്യയുടെ പാൻസർ ശേഖരത്തിന്റെ പകുതിയോളം തങ്ങൾ ദീർഘദൂര ആക്രമണങ്ങളിലൂടെ നശിപ്പിച്ചതായി യുക്രൈൻ സുരക്ഷാ സേന അവകാശപ്പെടുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ തന്റെ സ്വകാര്യ വസതിക്ക് ചുറ്റും ഇത്രയധികം പ്രതിരോധ ഗോപുരങ്ങൾ പണിയുന്നത് പുടിന്റെ വ്യക്തിപരമായ സുരക്ഷാ ഭീതിയെയാണ് സൂചിപ്പിക്കുന്നത്. വൽദായിലെ ഈ പ്രതിരോധ വലയം യുക്രൈൻ റഷ്യ യുദ്ധം എത്രത്തോളം നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ പ്രത്യക്ഷമായ തെളിവ് കൂടിയായി മാറിയിരിക്കുകയാണ്.